السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ അവസാന പത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കുറച്ചുകൂടെ ഒരുങ്ങി തയ്യാറായി ഇബാദത്തുകളിലേക്ക് മുഴുകേണ്ട സമയമാണ്. നബിയെ കുറിച്ച് പറഞ്ഞത് അവസാന പത്തായി കഴിഞ്ഞാൽ അഹ്യാ ലൈലഹു വ ഐഖദ അഹ്ലഹു വശദ്ദ മിഅ്സറഹു എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അവസാന പത്തായാൽ നബിതങ്ങൾ തൻ്റെ രാത്രി ഹയാത്താക്കുമായിരുന്നു, കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു, അര മുറുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരുങ്ങി തയ്യാറായി അതിനുവേണ്ടി പ്രത്യേകമായി ഇഹ്റാം കെട്ടിക്കൂടാറുണ്ട് എന്നർത്ഥം. കുടുംബത്തെ എല്ലാം വിളിച്ചുണർത്തി കൂടെ പള്ളി കൊണ്ടുപോയി രാത്രി ഉറങ്ങാതെ ഹയാത്താക്കി ഇബാദത്തിൽ മുഴുകയാണ് അവസാന പത്തിൽ നബിതങ്ങളുടെ പതിവ്. നമ്മളെക്കൊണ്ട് കഴിയും വിധം നമ്മളും ആ വഴിക്ക് ചിന്തിക്കണം എന്നാണ് എന്നോടും നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇഴ്തികാഫ്, ഖിയാമുൽ ലൈൽ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിയേണ്ട വലുതുമുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഫിത്ർ സക്കാത്ത് നമ്മുടെ ദാറുസ്സലാം പള്ളി കേന്ദ്രീകരിച്ച് നമ്മൾ ശേഖരിച്ച് വിതരണം ചെയ്യാറുണ്ട്. 100 രൂപയാണ് ഒരാളുടെ വിഹിതമായി കണക്കാക്കിയിരിക്കുന്നത്. 200-200 ഒരാളുടെ വിഹിതമായി അരി നൽകേണ്ടി വരിക. അപ്പോൾ 100 രൂപ ആണ് കണക്കാക്കിയത്. എവിടെയും അപ്പോൾ അത് നേരിട്ട് കൊടുക്കുമ്പോൾ നേരിട്ട് കൊടുക്കാം, അതല്ല ഈ സംവിധാനം വഴിയും നൽകാം. ഇവിടെ തന്നെ കൊടുത്തോളം എന്നതില്ല. നമ്മൾ കുറച്ച് അരി വാങ്ങി ചുറ്റുപാത്തുള്ള പാവങ്ങൾക്ക് നൽകിയാലും ഫിത്ർ സക്കാത്തായി. ശരീഅത്തിൻ്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്, മറ്റേത് സമ്പത്തിൻ്റെ സക്കാത്താണ്. അപ്പം ശരീരമുള്ള എല്ലാവർക്കും നിർബന്ധമാണ്. അത് അന്ന് വൈകുന്നേരം ഭാര്യ പ്രസവിച്ചാൽ ആ കുട്ടിക്കടക്കം ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട്. റമദാൻ മാസം അവസാനിക്കുന്ന ചന്ദ്രപ്പിറവി കണ്ട് ശവ്വാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടിയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. എന്നാൽ അതിന് ദിവസങ്ങൾ മുമ്പേ തന്നെ കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. അനസ് റളിയല്ലാഹുവിനൊക്കെ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പൊക്കെ തന്നെ ഫിത്ർ സക്കാത്ത് നൽകുമായിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും. റമദാൻ ആദ്യം മുതൽ തന്നെ ആ നിലക്ക് അതിന് കൊടുക്കാൻ തുടങ്ങിയാലും അത് ആക്ഷേപിക്കപ്പെടേണ്ടുന്ന കാര്യമൊന്നുമല്ല. ഏതായാലും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി അവകാശികളിലേക്ക് അത് എത്തേണ്ടതുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഇവിടെ പൈസ കൊടുത്താൽ പോരാ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഗൂഗിൾ പേ ചെയ്യാണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ അവകാശികളിലേക്ക് ആ അരി എത്തണം. വിതരണം ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കുക, ഏറ്റെടുക്കുന്നത് ഒരു വലിയ അമാനത്താണ്, സമയബന്ധിതമായി പാലിക്കേണ്ടതാണ്. അത് കഴിയുമെങ്കിൽ മാത്രമേ നമ്മൾ ആൾക്കാരുടെ സക്കാത്ത് ഏറ്റെടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ പോലും കൊടുത്തോട്ടെ, നമുക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല. പ്രേരിപ്പിച്ചാൽ മതി, നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി. നമ്മളടുത്ത് കൊണ്ടുവരണം നമ്മൾ വാശി പിടിക്കുകയും ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്കത് മര്യാദക്ക് ദീനിയായി കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്താൽ നമ്മളാണ് കുറ്റക്കാർ. അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന ആളുകൾ എല്ലാ ശാഖയിലും സംവിധാനമുണ്ട്. ഏത് യൂണിറ്റിലാണെങ്കിലും അത് കൊടുത്ത് അവകാശികൾക്ക് ആ വഴിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മൾ നേരിട്ടാണെങ്കിലും അതിനും പ്രശ്നമൊന്നുമില്ല. ഏതായാലും ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പടച്ചറബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ പോലെ തന്നെ അറിയാനുള്ള അനിവാര്യമായ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. ചോദിക്കാൻ അവസരം ഉണ്ടെന്ന് കരുതിയിട്ട് വെറുതെ എന്തെങ്കിലും ആലോചിച്ചുണ്ടാക്കി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയണമെന്ന് നമുക്കാർക്കും
അറിവുമില്ല, ഒന്നിനും അറിവില്ല. പിന്നെ തൽക്കാലം ഒപ്പിച്ചുണ്ടാക്കി പറഞ്ഞു പോവുക എന്നേ ഉള്ളൂ. എന്താണെങ്കിലും ആ നിലക്ക് ആത്മാർത്ഥമായി കൈകാര്യം ചെയ്യാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. 2 സംരംഭങ്ങളെ ഈ സമയത്തുനിന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പുതിയ പള്ളി ഓപ്പണാക്കി. പുള്ളാപ്പീസിൽ നിന്ന് ജാമ്യയിലേക്ക് പോകുന്ന വഴിയിൽ ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് 2 പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. ഒന്ന് ദാറുൽ ഹദീസ് എന്നൊരാശയം, അതായത് ജാമ്യ അടക്കമുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞ ആളുകൾക്ക് തുടർ പഠനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് മദീന യൂണിവേഴ്സിറ്റി അടക്കം പോയ കുട്ടികളും അവിടെ കഴിഞ്ഞ് തിരിച്ചവിടെ വന്നാൽ ഇനി എന്ത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിനൊരു ഉത്തരമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ സ്വസ്ഥമായി മാറിയിരുന്ന് എല്ലാ കിതാബുകളും പഠിക്കാൻ തയ്യാറുള്ള വിദ്യാർത്ഥികൾക്കാണ് ദാറുൽ ഹദീസ് എന്ന ആശയം നമ്മൾ ആരംഭിക്കുന്നത്. ഒരു ദിവസം 100 ഹദീസ് പഠിക്കുക എന്നതാണ് ദാറുൽ ഹദീസ് കണ്ട രീതി. സുബഹിക്ക് ശേഷം ആരംഭിച്ച് വൈകുന്നേരം 5 മണി വരെ ക്ലാസ് ഉണ്ടാവും. ഒരു ദിവസം 100 ഹദീസ്, അത് വെറുതെ വായിച്ചു പോകല്ല, അതിനെല്ലാ വിശദാംശങ്ങളും അടക്കം പഠിച്ച് അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് 30,000 ഹദീസ്, ബുഖാരി, മുസ്ലിം, തുർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ഈ 6 കിതാബുകളിലായി 29,600 ഹദീസാണ് മൊത്തമുള്ളത്. ആ ഹദീസുകൾ മൊത്തം ഒരു കൊല്ലം കൊണ്ട് പഠിക്കുക. അത് കഴിഞ്ഞാൽ 2ാമത്തെ കൊല്ലം ആകുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ആഴത്തിലേക്കുള്ള പഠനം നൽകണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണോ അള്ളാഹുവിൻ്റെ തീരുമാനം അതനുസരിച്ച് ഇൻഷാ അല്ലാഹ് അപ്പം ഉണ്ടാവും. നമ്മുടെ മണ്ഡലത്തിലാണ്, നമ്മളെല്ലാവരുടെയും ഒരു പ്രാർത്ഥനയിൽ ഒരിടം വേണം. എന്തെങ്കിലുമൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുകയും വേണം. പരമാവധി 10 ആൾ എടുക്കുകയുള്ളൂ. ഓൾ ഇന്ത്യ ലെവലിലാണ് പരസ്യം കൊടുത്തുള്ളത്. അറബിയിലാണ് എല്ലാം ഉണ്ടാവുക, ക്ലാസ്സൊക്കെ അറബിയിലാണ്. അത്യാവശ്യം ഖുർആനും ഹദീസും തഫ്സീറും ഫിഖ്ഹും ഉസൂൽ ഫിഖ്ഹും എല്ലാം അറിയുന്ന ആളുകൾക്കാണ് പ്രവേശനം. അപ്പം അങ്ങനത്തെ ആളുകൾ കുറച്ചേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 10-32 അപേക്ഷകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്ത് പരമാവധി 10 ആൾ, 6, 7, 8 ആളൊക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം 10 ആളെ എടുക്കാനാണ് പ്ലാന്. 2ാമത്, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഹിഫ്ള് സംവിധാനവും അതിൻ്റെ പരിസരത്തായ ഒരു വാടക സംവിധാനത്തിൽ തുടങ്ങാൻ ഉദ്ദേശമുണ്ട്. കേരളത്തിൽ സലഫികൾക്കിടയിൽ പെൺകുട്ടികൾക്കുള്ള ഹിഫ്ള് എന്നുള്ളത് അപൂർവമാണ്, ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മറ്റു പല സംഘങ്ങളും നടത്തുന്നുണ്ട്. നമ്മുടെ പല ആളുകളെയും പെൺകുട്ടികളെ ഹാഫിളാക്കാൻ വേണ്ടി അത്തരം പല സ്ഥാപനത്തിലുമാണ് ഇപ്പോൾ ആളുകൾ കൊണ്ടുപോയി ചേർക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരം എന്ന നിലക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ രൂപത്തിൽ തുടങ്ങുക എന്ന നിലക്കാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതും നിങ്ങളെ മനസ്സിലുണ്ടാവണം, പ്രാർത്ഥിക്കണം. ദീനിന് വേണ്ടിയുള്ള സേവനങ്ങൾ എന്ന നിലക്ക് അല്ലാഹു തആല ഇതെല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. കൊടുക്കുന്നത് ഫിത്ർ സക്കാത്തിന് അവകാശികൾ, സക്കാത്തിന് 8 അവകാശികളും ഇല്ല. ഫിത്ർ സക്കാത്തിന് അവകാശികൾ ഫക്കീർ, മിസ്കീൻ എന്ന ഗണത്തിൽ വരുന്നവരാണ്. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, ഫക്കീറുമാരിലേക്ക് കൊടുക്കപ്പെടും എന്നാണ് ഒരു ഹദീസിൻ്റെ പ്രയോഗം. മറ്റൊന്ന് തുഅമത്തുൽ ലിൽ മസാക്കീൻ, ഫിത്ർ സക്കാത്ത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അത് നോമ്പുകാരന് ശുദ്ധീകരണമാണ്, മിസ്കീന്മാർക്കൊരു ഭക്ഷണവുമാണ് എന്നാണ് പറഞ്ഞത്. തുഹറത്തുൽ ലിസ്വാഇം വതുഅമത്തുൽ ലിൽ മസാക്കീൻ, മിസ്കീന്മാരാണ് കാര്യമായി പരിഗണിക്കപ്പെടുക. മറ്റുള്ള 8 അവകാശികൾ എന്നത് ഇതിലങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പഠിപ്പിച്ചിട്ടില്ല. പാവപ്പെട്ട ആളുകൾ, സാധാരണ നിത്യജീവിതത്തിന് വഴി തികയാത്ത ആളുകളൊക്കെയാണ് നാം ഇതിൽ പരിഗണിക്കേണ്ടത്. അയൽവാസികളാകാം, കുടുംബങ്ങളാകാം, നാട്ടുകാരാകാം, ഇനി മറ്റു നാട്ടിലുമാകാം. നമ്മൾ ജീവിക്കുന്ന അതേ മഹലിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഫക്കീർ, മിസ്കീൻ എന്ന ഗണത്തിൽ വരുന്ന ആർക്കും നമുക്ക് ഫിത്ർ സക്കാത്ത് നൽകാം. അല്ലാഹു അഅലം. ഫക്കീർ, മിസ്കീൻ എന്നതിന് മാനദണ്ഡം അവിടെ എങ്ങനെ അധ്വാനിച്ചാലും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകൾ. ഫിഖിലൊക്കെ പറഞ്ഞ 10 റുപ്യ ആവശ്യമുള്ളവർക്ക് എങ്ങനെ നയിച്ചാലും ഒരു 6 രൂപ 8 രൂപ ഒക്കെ ഇവിടെ എത്തുള്ളൂ. എപ്പോഴും 2 റുപ്യ ഷോർട്ടിലേക്കും. അവനാണ് ഫക്കീർ അല്ലെങ്കിൽ മിസ്കീൻ. ഫക്കീർ കുറച്ച് താഴെയാണ്, അതിൻ്റെ മീതെയാണ് മിസ്കീൻ, അല്ലെങ്കിൽ തിരിച്ചും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്
ചിലവാക്കുന്നതല്ലേ, ചിലവാക്കുമ്പോൾ നമ്മളൊക്കെ ഏതായാലും 1,00,000 കിട്ടിയാലും 1,50,000 ഇവിടെ നമ്മൾ അപ്പുറത്ത് പ്ലാൻ കണ്ടെക്കും. അതല്ല, അടിസ്ഥാന ആവശ്യങ്ങൾ, നിത്യച്ചെലവുകൾക്ക് ഓനെ എങ്ങനെ പണിയെടുത്താലും ഓനെ കൊണ്ട് അങ്ങോട്ട് മുട്ടിക്കാൻ കഴിയുന്നില്ല. അതാണ് ഫക്കീർ മിസ്കീൻ എന്ന ഗണത്തിൽ പൊതുവെ ഉൾപ്പെടുത്താറുള്ളത്. ചിലപ്പോൾ വീടുണ്ടാവും, ചിലപ്പോൾ വണ്ടി ഉണ്ടാവും, എന്നാലും ഒരു പക്ഷേ അവന് മിസ്കീൻ ആയിക്കൂടായി ഒന്നുമില്ല. വണ്ടി ഉണ്ടെന്ന് കരുതിയിട്ട് അവൻ മിസ്കീൻ അല്ല എന്ന് വിചാരിച്ചുകൂടാ. എന്നാൽ ചിലപ്പോൾ അത് മിസ്കീൻ ആകാം, എല്ലാവരും എല്ലാം ആയിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ മിസ്കീന്മാരുണ്ട്, കപ്പലിൻ്റെ ഉടമക്കാർ. അമ്മ സഫിയത്ത് ഫക്കാനത്തിൽ മസാക്കീന യഅ്മലൂന ഫിൽ ബഹർ, കടലിൽ ജോലി ചെയ്യുന്ന മിസ്കീന്മാരുടെ കപ്പലാണ് ആ കപ്പൽ എന്നാണ് ഖിദർ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ കപ്പലുണ്ട്, പക്ഷേ ഒരു മിസ്കീന്മാരാണ്. അങ്ങനെയൊക്കെ വരാം. ചിലപ്പോൾ സക്കാത്ത് കമ്മിറ്റിയിൽ ഒരു കച്ചവടം ഇട്ടെടുത്തു, ആ കച്ചവടം ഒരിക്കുണ്ട്, എന്നാൽ ആ കച്ചവടം കൊണ്ട് എങ്ങനെ കച്ചവടം ചെയ്താലും ഓരോ കാര്യങ്ങളൊന്നും കൊണ്ട് ആയി കിട്ടുന്നില്ല. അതുകൊണ്ട് മിസ്കീൻ അല്ലാതൊക്കെ ഇല്ല. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക്, നിത്യച്ചെലവുകൾക്ക് വഴി പൂർണ്ണമായും തെളിയാത്ത ആളുകളെയാണ് ഫക്കീർ മിസ്കീൻ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുക. ഒന്നാമത് ബുദ്ധി മാന്യമുള്ള ആളുകൾ, സമ്പന്നന്മാരാണ്. ആ സമ്പത്ത് സക്കാത്ത് ഉണ്ടോ? ഉണ്ട്. കാരണം സക്കാത്ത് സമ്പത്തിൻ്റെതാണ്, അല്ലാതെ ബുദ്ധി ഏറ്റക്കുറച്ച് നോക്കിയിട്ട് സക്കാത്ത് വ്യത്യാസം ഉണ്ടാവില്ല. വലിയ ബുദ്ധികളൊന്നും തോന്നെ പൈസ സക്കാത്ത് കൊടുക്കുക, ബുദ്ധി കുറച്ച് കമ്മി ചെയ്യാൻ കുറച്ച് കൊടുക്കുക എന്നില്ല. സമ്പത്തുണ്ടോ സക്കാത്തുണ്ട്. അത് അവൻ്റെ വലിയാണ് നൽകേണ്ടത്. അവൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണോ ആ വലിയനാണ് അവിടെ അതിൽ അവകാശമുള്ളത്. ഹനഫി മദ്ഹബിൽ മാത്രമാണ് അത്തരം ആളുകൾ സമ്പത്ത് സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവരും അത് സക്കാത്ത് ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സക്കാത്ത് കൊടുക്കണം, അത് അവരെ വലിയൻ്റെ ബാധ്യതയാണ്. രണ്ടാമത് പിന്നെ എന്താ പറഞ്ഞത്, കല്ല് നിധിയല്ല, നിധിമ കൂട്ടാൻ പറ്റില്ല. അത് മറ്റു വരുമാനങ്ങളെപ്പോലെ വരുമാനമായി കൂട്ടി സാധാരണ വരുമാനങ്ങളിൽ എങ്ങനെയാണോ സക്കാത്ത് കൊടുക്കുക അങ്ങനെയാണ് നൽകേണ്ടത്. നിധി എന്നുള്ളത് അതല്ല. ഭൂമിക്കടിയിൽ പഴയ കാലത്ത് കുഴിച്ചിട്ട് പോയ സ്വർണം, അതുപോലെയുള്ള നാണയങ്ങൾ, അതൊക്കെ ഇപ്പോൾ കല്ല് കോരി ഇങ്ങനെ കുഴിച്ച് പോയപ്പോൾ അടിയിൽ നിധി ഇട്ട് വിചാരിക്കുക, അതാണ് നിധി. അല്ലാതെ മറ്റു നിധിയായിട്ട് കൂട്ടില്ല. നിധിക്ക് 20% സക്കാത്ത് കൊടുക്കണം. നിധി കിട്ടിയാൽ 20% സക്കാത്ത്. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം 80% സർക്കാർ കൊടുക്കും വേണം. അപ്പോൾ ഫുള്ളായില്ല. അപ്പോൾ 80% കൊടുത്താൽ ബാക്കി 20 ഉണ്ടാവും. ആ 20-ൻ്റെ 20% സക്കാത്ത് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ 2.5 അടി താഴ്ചയാണെങ്കിൽ ശതമാനം മാറും, 2.5 അടിയിലും അപ്പുറത്തേക്കാണെങ്കിൽ അതിൻ്റെ ശതമാനം പിന്നെയും കൂടും ഇന്ത്യൻ നിയമം അനുസരിച്ച്. അപ്പോൾ അത് കൊടുക്കേണ്ടി വരും. അത് കൊടുത്തിട്ട് ബാക്കി കൊടുത്താൽ മതി. അതിൻ്റെ 20% നൽകേണ്ടത്. മറ്റ് നിധിയല്ല, മറ്റവൻ്റെ ഒരു വരുമാന മാർഗമാണ്. സാധാരണ വരുമാനങ്ങളെപ്പോലെ കണ്ട് അതിൻ്റെ സക്കാത്ത് അവൻ നൽകുകയാണ് വേണ്ടത്. 3 സക്കാത്ത് നൽകിയാൽ ഒരാൾ ജോലിക്കൊന്നും പോകില്ല, അയാൾക്കതൊരു വിളവാണ്, അയാൾ അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിച്ചു പോകുന്ന ആളാണ്. എന്നാൽ അയാൾ ഫക്കീർ മിസ്കീൻ എന്ന കരുത്തൊക്കെയാണ് എങ്കിൽ സക്കാത്ത് അർഹനാണ്. അയാൾ കൊടുത്താൽ സക്കാത്ത് വീടും. പക്ഷെ അത്തരം ആളുകൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് സക്കാത്തുമായി ബന്ധപ്പെട്ടതല്ല, അത് പൊതുവായി ഉള്ള കാര്യമാണ്. ഓൻ അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ തന്നെ വന്നിട്ട് പിന്നെ വിവാഹം നിശ്ചയിച്ചു, പിന്നെ എനിക്ക് ബഹർ കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സഹായം കിട്ടാൻ വേണ്ടി വന്നു. അപ്പോൾ നബിച്ച് എത്ര ബഹർ പറഞ്ഞത് വെച്ചു. അപ്പം 400 ഊക്കിയ, അന്നത്തെ ഒരു അളവാണ് ഊക്കിയ. അപ്പം 400 ഊക്കിയ വെള്ളി ഞാൻ ബഹർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം നബി പറഞ്ഞു മാ ഇന്ദനാമാനൊഴുത്തി, എനിക്ക് തരാനുള്ളൂ നമ്മൾ തുടർന്ന് തരാൻ പറ്റില്ല. കഅന്നമാ തൻഹിതൂന ദഹബ മിൻ ഉർളി ഹാദൽ ജബൽ, നിങ്ങളൊക്കെ തോന്നലും ഇവിടെ ഇങ്ങനെ ഈ മലമ്പെന്ന് ഇങ്ങനെ സ്വർണം മുറിച്ചെടുക്കുക ഞങ്ങൾ വിചാരം. ഇങ്ങനത്തെ ഒന്നുമില്ല എന്നൊരു വലിയൊരു മഹറോ ഏറ്റുകാണ്ടിപ്പോൾ കമ്മിറ്റിക്ക് അപേക്ഷ കൊണ്ടുവന്നൊക്കെ തെക്കാഴ്ച കാണിച്ച് നാളെ ഇപ്പോൾ ടീം കച്ചവടത്തിന് പോകുന്നുണ്ട്, ജോലിപ്പെട്ട് പൊയ്ക്കോ കച്ചവടത്തിന്. അപ്പോൾ കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കി അധ്വാനിച്ചിട്ട് പൈസ ഇട്ട് വാ, എന്നിട്ട് രണ്ട് മഹർ എടുത്ത ആളുകൾ. അപ്പം അങ്ങനെ ഉള്ള ആളുകളെ ആ നിലക്കാണ് നബിതങ്ങൾ തന്നെയും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല യാചന പൊതുവെ നിരുത്സാഹപ്പെടുത്തി. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളൊരാൾ വിറകിൻ്റെ ചുമന്ന് അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ്
ആ പണം കൊണ്ട് ജീവിക്കലാണ്. ആളുകളുടെ മുമ്പിൽ കൈ നീട്ടി ആളുകൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. അവരുടെ മുമ്പിൽ കൈ നീട്ടി നടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വിറക് കെട്ട് ശേഖരിച്ച് അതും ഏറ്റിക്കൊണ്ടുപോയിട്ട് വിറ്റ് പൈസയ്ക്കാലും വേണ്ടില്ല, അതാണ് നല്ലത് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസും വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അധ്വാനിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. എന്നാൽ അങ്ങനത്തെ കൊടുത്താൽ സക്കാത്ത് വീട് വെച്ച് സക്കാത്ത് വീടും. കാരണം അയാൾ ഫക്കീർ മിസ്കീന ഗണത്തിലാണ്. പക്ഷെ അയാൾ ആ നിലവാരത്തിൽ നിലനിൽക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അത് സക്കാത്തുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു അഅലം. ഇഴ്തികാഫിരിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ തന്നെ കൂടുക. അഅ്കഫ എന്ന പദത്തിൽ നിന്നാണ് ഇഴ്തികാഫ് എന്ന പദം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അഅ്കഫ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ പോയി ചടഞ്ഞു കൂടുക. അതനുസരിച്ച് ആ വാക്ക് ഉപയോഗിക്കുക. എങ്ങനെ പിടിച്ച് വലിച്ചാലും പോരാത്ത വിധം അവിടെ ചടഞ്ഞു കൂടുന്നതിനാണ് ആ പദം അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. പള്ളികളിൽ വന്ന് അങ്ങനെ കൂടുന്നതിനാണ് ഇഴ്തികാഫ് എന്ന് സാങ്കേതികമായി പറയുക. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിന് ഒന്നിനും പുറത്തേക്ക് പോകാൻ പാടില്ല, ഒരു സംഗതിക്കും പോകാൻ പാടില്ല. അനിവാര്യമായ അടിസ്ഥാന ആവശ്യങ്ങൾ, ബാത്റൂമിൽ പോകണം, ഇപ്പോൾ പള്ളിക്കുണ്ടാവില്ല, അത് പോകാം. ഭക്ഷണം പള്ളിൻ്റെ ഉള്ളിൽ കൊടുന്ന് കഴിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ, കൊടുന്നു തരാൻ ആളുണ്ടെങ്കിൽ അതാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ പുറത്തിറങ്ങി മുറ്റത്താണ് ഭക്ഷണം വെച്ചത്, എന്നാൽ ഉള്ളിൽ ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട് എങ്കിൽ ഉള്ളിൽ നിന്ന് കഴിക്കണം. എന്നാൽ ഉള്ളിലേക്ക് ഭക്ഷണം കയറ്റലില്ല, പള്ളി വൃത്തികേടാവും, അത് പുറത്ത് പോയേ പറ്റുള്ളൂ എങ്കിൽ അതിന് വേണ്ടി മാത്രം പോകാം. അതല്ലാതെ പെരി പോവുക, അവിടെ പഠിക്കാനുണ്ട്, അവിടെ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുക, അതൊക്കെ ഇഴ്തികാഫ് മുറിഞ്ഞു പോകും. ഇപ്പം ജുമുഅയുള്ള പള്ളി വേണം എന്ന് പറഞ്ഞത് എന്തിനാണ്? കുത്തുബി പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ജുമുഅയ്ക്ക് വേണ്ടി പോകുമ്പോൾ വേറെ പള്ളിക്ക് കൊണ്ടുവരും, അതുപോലും ഇഴ്തികാഫിന് തുടർച്ചയെ മുറിക്കും എന്നാണെങ്കിൽ പിന്നെ അങ്ങനെ നമ്മൾ പെരി പോയി പോരുക. അപ്പം അതല്ല, പള്ളിയിൽ തന്നെ കൂടുക. അപ്പം ഫുൾ ഇഴ്തികാഫാണ് എങ്കിൽ 24 മണിക്കൂറും 10 ദിവസം ഒന്നാകുള്ള ഇഴ്തികാഫാണ് നിയ്യത്ത് എങ്കിൽ അയാൾ പരിപൂർണമായും പള്ളിയിൽ തന്നെ കൂടുകയാണ് വേണ്ടത്. ഒന്നിനും പോകാവതല്ല. അനിവാര്യമായ ആവശ്യങ്ങൾക്ക് തൊട്ട് പള്ളിയോട് ചാരിക്കൊണ്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്കാകാം എന്ന് മാത്രം. അല്ലാതെ കുറേ നേരം പുറത്ത് പോയി നിന്ന് കുറേ കാറ്റുള്ളാനും ഫോൺ വിളിക്കാനും അങ്ങനെ ഏർപ്പാട് ഇവിടുന്ന് ചെയ്യാനും അതൊന്നുമല്ല ഇഴ്തികാഫ്. ദുന്യാവുമായുള്ള ബന്ധം പരമാവധി മുറിച്ച് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുകയാണ് ഇഴ്തികാഫിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ. അതാണ് അതിൻ്റെ ബേസ്. ഇനി ഭാഗികമായ ഇഴ്തികാഫാണ് ഇതൊന്നും ബാധകമല്ല. ഒരാളിപ്പോൾ രാത്രി പള്ളി വരുമ്പോൾ ഇഴ്തികാഫ് നിയ്യത്ത് ചെയ്യുന്നു, അത് ഓക്കെ. എല്ലാം കഴിഞ്ഞ് അയാൾ തറാവീഹ് നിസ്കരിച്ച് പരിയിൽ പോയി കഞ്ഞൊക്കെ കുടിച്ച് വന്നിട്ട് രാത്രി പള്ളിയിൽ വന്ന് കൂടാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അയാൾ 11 12 പള്ളിക്ക് വന്നു, അവിടുന്നാണ്ട് സുബഹിയുടെ സമയമാണ് നിയ്യത്തുള്ളത്. ആ സമയത്തേക്ക് ഇഴ്തികാഫായിട്ട് പരിഗണിക്കാം. അപ്പോൾ ആ സമയത്ത് ഈ മര്യാദ അയാൾ പാലിക്കണം എന്ന് മാത്രം. അല്ലാഹു അഅലം. അടിസ്ഥാന നിയമം ബാങ്കിന് മുമ്പ് ഭക്ഷണം കഴിക്കണം എന്ന് തന്നെയാണ്. അതാണ് ബേസ്, അസ്ൽ അതാണ്. സുബഹി ബാങ്കിൻ്റെ മുമ്പ് 50 ആയത്ത് ഓതാനുള്ള സമയം കണ്ട് പിന്നെ അത്താഴം അവസാനിപ്പിക്കണം. അതാണ് അടിസ്ഥാന നിയമം. മറ്റ് ചില ഇളവുകൾ മാത്രമാണ്. അല്ലാതെ ബാങ്ക് കൊടുത്താലും പിന്നെ ഇങ്ങനെ കഴിക്കാവുന്നില്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൻ അവസാനിപ്പിക്കണം, വായിലുള്ളത് പോലും ഓന് തിന്നാൻ പറ്റില്ല. അതിനാണ് അടിസ്ഥാനം. മറ്റ് സ്പെഷ്യൽ കേസിൽ പറഞ്ഞ ഒരു ഇളവാണ്. അയാൾ ഉറങ്ങിപ്പോയി, അയാൾ ഉണർന്നപ്പോൾ ബാങ്ക് കൊടുക്കാൻ 1 മിനിറ്റേ ഉള്ളൂ, വേഗം വണ്ടി ചെന്ന് എന്തെങ്കിലും വന്ന് വാരി മുണങ്ങി തുടങ്ങി കിട്ടു, ഓന് കൊടുക്കുന്ന ഒരു ആനുകൂല്യം മാത്രമാണത്. അല്ലാതെ നമ്മൾ 4 തുടങ്ങി തിന്നാൽ എല്ലാം കഴിഞ്ഞ് ചോറ് കഴിച്ച് പിന്നെ ചായ കുടിച്ച് പിന്നെ അവലും വെള്ളം കുടിച്ച് പിന്നെ പഴം തിന്ന് അവസാനത്തെ പഴം തൊളിച്ചുമ്പോൾ ബാങ്ക് കൊടുത്തു. ഇനിയിപ്പോൾ തൊളിച്ചാലേ തിന്നാലോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും അതിന് വകുപ്പൊന്നുമില്ല. അത് കൊടുത്തേക്കാം, വൈകുന്നേരം തിന്നാ. അല്ലാതെ മറ്റത് ഒരാൾക്ക് അങ്ങനെ ഉറങ്ങിപ്പോയി എങ്കിൽ അയാൾക്ക് കൊടുത്തൊരു ഇളവ് മാത്രമാണ്. ഉമർ ഖത്താബ് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇങ്ങനെ ബാങ്ക് കേട്ടു, ഞാൻ എന്താ ചെയ്യാം, കഴിച്ചോ എന്ന് പറഞ്ഞാൽ അതൊരു ഇളവ് മാത്രം കൊടുത്തതാണ്, അല്ലാതെ പൊതുവായ നിയമമല്ല. അല്ലാഹു അഅലം. അതിന് മുമ്പൊക്കെ ചിലപ്പോൾ അതിൽ കുറച്ചൊരു ഓവറായി പറഞ്ഞു പോയ ആളുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. ബാങ്ക് കൊടുത്താലും കുഴപ്പമില്ല, എന്നാലും നിന്നാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആളുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു മസലയല്ല. ഗർഭാവസ്ഥയിൽ നോമ്പെടുക്കാൻ കഴിയില്ല എങ്കിൽ, അവർക്ക് ശാരീരിക പ്രയാസമുണ്ട് എങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല. അടുത്ത റമദാന് മുമ്പായി നോറ്റ് വിട്ടുക. അടുത്ത റമദാന് മുമ്പ് ഇവിടെ നോറ്റ് വിട്ടുക. ഇനിയിപ്പോൾ അടുത്ത റമദാന് മുമ്പ് ചെറിയ കുട്ടിയാണ്,
മുല കൊടുക്കുന്ന കുട്ടിയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു, നോമ്പ് വയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് അതിനടുത്ത റമദാൻ വരെയും പിന്നെയും സമയം കിട്ടും. വേണമെങ്കിൽ ന്യായമായ കാരണത്താലാണ് റമദാൻ മുമ്പ് നോക്കാൻ പറ്റാതെ പോയത് എങ്കിൽ കുറ്റക്കാരല്ല, പിന്നീട് സാഹചര്യം പോലെ നമുക്ക് നോറ്റ് വിട്ടാം. എന്നാൽ അപ്പോഴേക്ക് വീണ്ടും ഗർഭമുണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 3, 4, 5 വർഷമൊക്കെ അടുപ്പിച്ച് പ്രസവവും അതേപോലെ മുലയൂട്ടലെല്ലാം കൂടെ ആയിക്കൊണ്ട് ധാരാളം 2, 3, 4 കൊല്ലം മറിഞ്ഞു വരുമ്പോൾ ധാരാളം നോമ്പുണ്ടാവും, നോറ്റ് വിട്ടാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അതിന് പകരം മുദ്ദ കൊടുക്കാമെന്ന് ഇബ്നു അബ്ബാസിനൊക്കെ ചില ഫത്വകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ സ്വന്തത്തിന് വേണ്ടി അല്ല ഒഴിവാക്കുന്നത്. തനിക്ക് നോമ്പ് വയ്ക്കാൻ പ്രയാസമൊന്നുമില്ല, പക്ഷെ കുട്ടിക്ക് പ്രയാസമാകും. വിശ്വസയോഗ്യരായ ഡോക്ടർമാർ പറഞ്ഞു നോമ്പ് നോക്കരുതെന്ന് പറഞ്ഞു, കുട്ടിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞു. നോറ്റാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുട്ടിക്ക് പ്രയാസമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ആനുകൂല്യമുണ്ട് എന്ന് ചില ഫത്വകളിലൊക്കെ വന്നിട്ടുണ്ട്. അല്ലാഹു അഅലം. അതെ, അപ്പം മുദ്ദ വേണ്ട, അപ്പം നോറ്റ് വിട്ടാൽ മതി. അടുത്ത റമദാന് മുമ്പ് നോറ്റ് വിട്ടുക. അതും കഴിഞ്ഞില്ല, അപ്പോഴേക്കും നോക്കാൻ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അതിനടുത്ത റമദാന് മുമ്പായിട്ട് നോറ്റ് വിട്ടാലും മതി. കാരണം മുല കൊടുക്കുന്ന കുട്ടി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇനി ഈ റമദാൻ കഴിഞ്ഞ പ്രസവം കഴിഞ്ഞാൽ പിന്നെയുള്ള സമയത്ത് മുല കൊടുക്കുന്ന കുട്ടി ഉണ്ടാവും. അപ്പോൾ അന്ന് നോമ്പ് വയ്ക്കാൻ കഴിയില്ല. അതെല്ലാം ഒരു 5-6 മാസം കഴിയുമ്പോൾ നോക്കാൻ കഴിഞ്ഞു എങ്കിൽ അടുത്ത റമദാന് മുമ്പത്തെ ഷഅബാനോടുകൂടി എപ്പോഴെങ്കിലുമായി ആ നോമ്പ് നോറ്റ് വീട്ടിയാലും മതി. അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല, കുറ്റക്കാരല്ല, നോക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല എങ്കിൽ ആ റമദാൻ കഴിഞ്ഞാലും മുഴുക്കി നോക്കാം. പിന്നത്തെ റമദാൻ വരെ സമയം കിട്ടും. അല്ലാഹു അഅലം. രാത്രി 2 ജമാഅത്ത് പള്ളി നടക്കും. അപ്പോൾ രണ്ടിലും പങ്കെടുക്കുകയാണോ ഉത്തമം, ഒന്നിൽ മാത്രം പങ്കെടുക്കുകയാണോ ഉത്തമം എന്നാണ്. നബിയുടെ ഫിഅല് 11 ആ ഫിഅലിനോട് യോജിക്കുന്നത് 11 പരിമിതമാവുക എന്നതാണ്. അതുകൊണ്ട് അതാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നല്ലത്. ഒന്നുകിൽ ഒന്നാമത്തെ ജമാഅത്തിൽ 11 നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ ജമാഅത്തിൽ 11 നിസ്കരിക്കുന്നു. അതാണ് നബിയുടെ ഖൗലിനോടും ഫിഅലിനോടും യോജിച്ച് വരുന്നത്. ഇനിയിപ്പോൾ അതല്ല, ഒരാൾ മറ്റേ പങ്കെടുത്ത് പോയി, അത് തെറ്റെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഒരു നിസ്കാരം 2 വർഷം നിസ്കരിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റായിക്കൊന്നുമില്ല. പക്ഷെ അത് സ്ഥിരം പതിവാക്കി എല്ലാ ദിവസവും അങ്ങനെ 2 വട്ടം നിസ്കരിക്കുക എന്നുള്ളത് നമുക്കൊരു മാതൃക കണ്ടു വെച്ചാൽ ഇല്ല. ഫർള് വരെ ഇപ്പം നമ്മൾ ഫർള് നിസ്കരിച്ച് ഇവിടെ പള്ളി വന്നു, ഇവിടെ എന്താ ജമാഅത്തൊക്കെ ഉണ്ട്, നമുക്ക് ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ വെച്ചാൽ പങ്കെടുക്കാൻ പറ്റും. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ ഇവിടെ നിസ്കരിച്ച് അങ്ങനെ പള്ളി വളർന്ന് നിസ്കരിച്ച് അപ്പുറത്ത് ഒന്ന് നിസ്കരിച്ച് അങ്ങനെ രീതി ഉണ്ടോ ചോദിച്ചാലോ അതില്ല. അപ്പോൾ എന്നപോലെ അവിടെ ജമാഅത്ത് നടപ്പാൻ നമുക്ക് അത് ആദ്യമേ അറിയാം എങ്കിൽ അത് രണ്ടും പങ്കെടുക്കുന്നതിനേക്കാൾ നല്ലത് ദീർഘമായി നിസ്കരിക്കുന്ന ജമാഅത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. മറ്റേ സമയത്ത് നമ്മൾ ഖുർആൻ ഓതിയോ ദിക്റുകൾ മുഴുകിയോ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കാം. അപ്പോൾ സ്വഹാബിമാർ തന്നെ ഉമർ ഖത്താബ് ജമാഅത്ത് നടപ്പാക്കിയത് എപ്പോഴാണ്? സ്വഹാബിമാർ പല സംഘങ്ങളായി നിസ്കരിച്ചപ്പോഴാണ്. മുത്തഫരിഖൂന ഉമർ ഖത്താബ് പള്ളിക്ക് വന്നപ്പോൾ വ്യത്യസ്ത സംഘങ്ങളായ ആളുകൾ നിസ്കരിക്കുന്നു. ഒരു ടീം അവിടെ 2 ആൾ, ഇവിടെ 3 ആൾ, അവിടെ 4 ആൾ, അപ്പുറത്തൊരുത്തരും ഒറ്റക്ക്, ഇങ്ങനെയൊക്കെ പാടെ പല നിസ്കാരം നടക്കുന്നു. അപ്പോൾ ഒരേ സമയത്ത് ഒന്നിലേറെ ജമാഅത്ത് ഒരു നടത്തി. ഇപ്പോൾ ഫർദിലുണ്ടാവില്ലല്ലോ, ഫർദിൽ ഏതായാലും ഒരേ സമയത്ത് ഒന്നിലേറെ ജമാഅത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഈ വിഷയത്തിൽ സുന്നത്തായതുകൊണ്ട് തന്നെ അതിന് വിശാലതയുണ്ട് എന്നാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണല്ലോ ഒരേ സമയത്ത് 2, 3, 4, 5 ജമാഅത്ത് പള്ളിയിൽ നടന്നത്. അപ്പോഴേ ഉമർ ഖത്താബ് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു ഇമാമിനെ നിസ്കരിച്ചൂടെ എന്ന് ചോദിച്ചിട്ട് ഔദ്യോഗികമായി ഇമാമിനെ നിശ്ചയിച്ച് കൊടുക്കുന്നതൊക്കെ അങ്ങനെയാണ്. അല്ലാഹു അഅലം. അറബി പറഞ്ഞു, അതായത് സ്വർഗത്തെപ്പറ്റി പറഞ്ഞ ആയത്ത് ഓതുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലെങ്കിൽ ആ ആശയമുള്ള ഏതും. നരകത്തെ പറയുമ്പോൾ റബ്ബേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. അതേപോലെ തസ്ബീഹിൻ്റെ ആയത്ത് വരുമ്പോൾ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ, റബ്ബിൻ്റെ മഹത്വത്തെ വാഴ്ത്തുക. ചില ചോദ്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നബി സൂറത്തുർ റഹ്മാൻ ഓതി ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബൂൻ എന്ന് നബി ഇങ്ങനെ ഓതിപ്പോൾ സ്വഹാബികളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ നബി ചോദിച്ചു എന്താ നിങ്ങൾ പ്രതികരിക്കാത്ത ചോദിച്ചു. ഈ സൂറത്ത് ഞാൻ ജിന്നുകൾക്ക് ഓതി കൊടുത്തപ്പോൾ അവർ എത്ര ഭംഗിയായിട്ടാണ് പ്രതികരിച്ചത്, എന്താ നിങ്ങൾ പ്രതികരിക്കാത്തത് ചോദിച്ചു. അപ്പോൾ അവിടെ റബ്ബേ നിൻ്റെ ഒരു നിഅമത്തും ഞങ്ങൾ കളവാക്കുന്നില്ല എന്ന് പറയാൻ നബി അവിടെ പഠിപ്പിച്ചു. അതേപോലെ ചില ചോദ്യങ്ങൾ വരും, അപ്പോൾ അവിടെ അതിന് സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ, അവിടെ അതെ ബല ഓ അനദാലിക മിനശ് ഷാഹിദീൻ, ഞാൻ സാക്ഷിയാണ്. അതേപോലെ ഹിസാബിൻ്റെ ആയത്ത് വരുമ്പോൾ അല്ലാഹു റബ്ബി യസ്സിർ ഹിസാബ്, ഹാസിബിന് ഹിസാബൻ യസീറ, ഹിസാബ് എളുപ്പത്തിലാക്കണമല്ല. ഇതൊക്കെയാണ് നബിയുടെ പതിവ്. ഇങ്ങനത്തെ ഏത് ആയത്ത് ഓതിപ്പോകുമ്പോഴും അതിൽ ഇങ്ങനെ ചോദിക്കേണ്ട കാവൽ തേടേണ്ട വല്ലതുമാണെങ്കിൽ അത് ചോദിച്ച് കാവൽ തേടിയാണ്
നബിതങ്ങൾ ഓതിയത്. നബി രാത്രി നിസ്കാരങ്ങളിൽ, രാത്രി നിസ്കാരത്തിൽ നബിയുടെ പതിവ് അതായിരുന്നു. അല്ലാത്തപ്പോഴും പറ്റും, ഫർദിലും പറ്റും, സുന്നത്തിനും പറ്റും. പക്ഷേ നബി രാത്രി നിസ്കാരത്തിലാണ് അങ്ങനെ ദീർഘമായി നിർവഹിച്ചു കൊണ്ട് പോയത്. ചെറുപ്പക്കാർ റിമോട്ടുമായി ഓടി നടന്നത് പരിഹരിക്കുന്നു. അതിനിടയിൽ വയസ്സായ ചിലരും രോഗികളും ബുദ്ധിമുട്ടി അത് സഹിച്ച് ആരോടും പരാതി പറയാതെ പറ്റില്ലെങ്കിൽ വീട്ടിൽ തന്നെ കൂടുന്നു. അതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? അതിപ്പോൾ രണ്ടുണ്ടാവും. നമ്മളെ പള്ളി നമ്മൾ ചെയ്ത് താഴ്ത്തി എ സി ഉണ്ട്, മേലെ എ സി ഇല്ല. അപ്പോൾ എ സി ആവശ്യമുള്ളവർക്ക് താഴ്ത്തിരിക്കാം, എ സി ആവശ്യമില്ലാത്തവർക്ക് മേലെയും കൂടാം. വീട്ടിൽ പോയിരിക്കല്ല വേണ്ടത്, ഇവിടെ തന്നെ സൗകര്യം ഉണ്ടല്ലോ. ഞാൻ എ സി ഇല്ലാത്ത പള്ളി ഉണ്ടാവും, അതും പറ്റും. നമ്മൾ ഇവിടെ തന്നെ ഇരുന്നോളം നിർബന്ധമൊന്നുമില്ല. എ സി ഇല്ലാത്ത പള്ളി പോകാം. ഇവിടെ ഇപ്പോൾ 2 ഫ്ലോറിലുണ്ട്. താഴെ എ സി ഉള്ളവർക്ക് ഉപയോഗിക്കാം, മേലെ എ സി ഇല്ലാതിരിക്കാം. അപ്പം മോള് എ സി ഒക്കെ നിന്നപ്പോൾ ഞാനൊക്കെ പറഞ്ഞത് വേണ്ടായിരുന്നു, മേലെ എ സി വേണ്ട, ഒരു ഫ്ലോർ എ സി ഇല്ലാതെ വെക്കട്ടെ. കാരണം എ സി ആവശ്യമില്ലാത്തതുകൊണ്ട് എ സി പ്രയാസമുള്ളതുണ്ടാവും. ഓർക്ക് അവിടെ പോകാം. അല്ലെങ്കിൽ റിമോട്ട് ഉണ്ട്, അവിടെ വേണമെങ്കിൽ റിമോട്ട് കൊടുക്കാം. ഓർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് പള്ളി ഒഴിവാക്കി പോകണ്ട. അതിന് മറ്റു പരിഹാരം തേടും നല്ലത്. ഇത് വിചാരിച്ചാണ് പള്ളി വരാതെ വിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്തിട്ട് അതിനൊരു പരസ്പര ധാരണ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് അവസാനിപ്പിക്കാം. പറ്റും, ഏത് സുജൂദിലും പ്രാർത്ഥിക്കാൻ പറ്റും. അള്ളാഹുമായി ഒരു അടിമ ഏറ്റവും അധികം അടുക്കുന്ന സന്ദർഭം സുജൂദാണ്. ഫഅക്സിറൂ അദ്ദുആ, നിങ്ങളപ്പോൾ ദുആ വർദ്ധിപ്പിക്കുക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ അത് ഫർള് എന്നോ സുന്നത്ത് എന്നൊന്നുമില്ല, എപ്പോഴും സുജൂദിൽ നമുക്ക് ദുആ വർദ്ധിപ്പിക്കാം. അറബിയിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മാത്രം. ഏതായിരുന്നാലും പരമാവധി സൂക്ഷ്മത പാലിച്ച് ഈമാൻ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മളൊക്കെ എപ്പോഴാണ് യാത്ര പോകേണ്ടി വരികയെന്ന് പറയാൻ പറ്റില്ല. ഈ റമദാൻ ഇതുവരെ കിട്ടി, ഒരുപക്ഷെ ജീവിതത്തെ അവസാനത്തെ റമദാനായിരിക്കാം. നമ്മളങ്ങനെ വിചാരിച്ചാൽ മതി. ഇതൊരു ലാസ്റ്റ് റമദാനാണ്, ഇനിക്ക് റമദാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ അതൊരു കുറച്ചുകൂടെ നമുക്ക് തക്കവ കൂടാൻ നല്ലതാണ്. നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും വന്നിരുന്ന ഒരാളെ ഇപ്പോൾ എവിടെയും പള്ളി കാണുന്നില്ല. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് അദ്ദേഹത്തെ വിളിച്ചു, നിങ്ങൾ എവിടെയും കാണുന്നില്ലല്ലോ, വാട്സപ്പ് മെസ്സേജ് അയച്ചാലും പ്രതികരിക്കുന്നില്ല, മൂപ്പര് എവിടെയും മീറ്റിങ്ങിനോ ക്ലാസ്സിലൊന്നും എവിടെയും വന്ന് കാണുന്നില്ല, അപ്പോൾ എന്ത് പറ്റി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അതിൻ്റെ അവസാനത്തെ റമദാനാണെന്ന്. അപ്പം ഞാൻ പിന്നെ പള്ളിയിലാണ് കൂടുതലാണ്, ഫോണൊന്നും വല്ലാതാണ്ട് ഉപയോഗിക്കുന്നില്ല. അവിടെ നാട്ടിലൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ അവിടെ ഫുള്ളായിട്ട് അവിടെ കൂടും, പരമാവധി മുതലാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ് അതൊരു തിരിച്ചറിവാണ്. അപ്പം നമ്മളും തന്നെ ഇനിയും റമദാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ പണിയെടുക്കുക. സ്വലാത്ത മുവദ്ദിഇൻ എന്നാണല്ലോ പറഞ്ഞത്. യാത്ര ചോദിക്കുന്നവൻ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാന്നാണ്. നിസ്കരിക്കുമ്പോൾ അവസാനത്തെ നിസ്കാരമാണ് വിചാരിക്കുക. യാത്ര പറയുകയാണ്, പോവുകയാണ്, ദുനിയാവെന്ന് പോവുകയാണ്, ആ ലാസ്റ്റ് നിസ്കാരമാണ് എന്ന് വിചാരിച്ചാൽ ആ നിസ്കാരത്തിൻ്റെ ഭക്തി കൂടും. എന്ന പോലെ ഇതിൻ്റെ അവസാനത്തെ റമദാനാണ്, അവസാനത്തെ 10 ഇനി എനിക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചാൽ ഇത് കുറച്ചുകൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ആ നിലയ്ക്ക് ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച കൂടി നമുക്ക് റമദാനിൽ ബാക്കിയുണ്ടാകും, നമുക്കുണ്ടാവുക അറിയില്ല. റമദാൻ അടുത്ത വെള്ളിയാഴ്ച കൂടി ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അതും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഇനി 10 ദിവസം പ്രധാനമാണ്. ആ 10 ദിവസം ഏതെങ്കിലും പള്ളി ഉപയോഗിക്കുക. നമ്മുടെ പള്ളി എല്ലാ സൗകര്യവും ഉണ്ട്. അത്താഴം ഇവിടെ ഉണ്ടാകും, അതേപോലെ നോമ്പെടുക്കാൻ ഇവിടെ ഉണ്ടാകും, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ജാമിയ മിനിയൂട്ടിയിൽ എല്ലാ സൗകര്യവും ഉണ്ട്, പാണക്കാട് ക്യാമ്പസിൽ സൗകര്യമുണ്ട്, കോട്ടുമല പള്ളിയിലുണ്ട്, ടൗൺ പള്ളിയിലുണ്ട്. ഇങ്ങനെ നമ്മളെ എല്ലാ പള്ളിക്കും അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും പള്ളിയിൽ നമ്മൾ ഈ നിലയ്ക്ക് ഇബാദത്തുമായി മുഴുകാൻ പരിശ്രമിക്കുക. കുടുംബസമേതം പോകാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ തന്നെ പോകാൻ ശ്രമിക്കുന്നത്. വീട്ടിലാണെങ്കിൽ പോലും രാത്രിയൊക്കെ ഫുള്ളായിട്ട് കിടന്നുറങ്ങാതെ കുറച്ചൊക്കെ ഇബാദത്തിലേക്ക് കൂടി സമയം ചെലവഴിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പാണക്കാട് പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യം കുറവാണ്. കാരണം അവിടെ +2 പരീക്ഷ ആയതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പുറത്തുനിന്ന് വല്ലാതെ നമ്മൾ ഉള്ളിലേക്ക് ആളെ കയറ്റിവിടാൻ പ്രയാസമുണ്ട്, പെൺകുട്ടികളാണല്ലോ. അപ്പോൾ ആണുങ്ങൾക്കാണ് ഇപ്പോൾ അവിടെ പ്രാവശ്യം കുറച്ചുകൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. മിനിയൂട്ടിൽ എല്ലാവർക്കും ആണും പെണ്ണിനൊക്കെ സൗകര്യമുണ്ട്, പള്ളിയിൽ വിശാലമായി സൗകര്യം ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. നമ്മുടെ പള്ളികളൊക്കെ എവിടെയും ആവാം. പാണക്കാട് ക്യാമ്പസിലും അതേപോലെ മിനിയൂട്ടി ക്യാമ്പസിലും ഇത്തികാഫിനിടയിൽ ചെറിയ കുറച്ച് ക്ലാസ്സും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അസറിന് ശേഷം 2 ക്യാമ്പസിലും ക്ലാസ് ഉണ്ട്. അതേപോലെ തറാവിന് ശേഷം ക്ലാസ് ഉണ്ട്, ളുഹറിന് ശേഷം തസ്കിയ ക്ലാസ് ഉണ്ട്. ഒരു 10-15 മിനിറ്റ് നടക്കുന്ന
ചെറിയ ക്ലാസ്സുകൾ ഇബാദത്തിന് തടസ്സമാവാത്ത വിധമുള്ള ക്ലാസ്സുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏതായാലും എവിടെയും നമുക്ക് സൗകര്യപ്പെട്ട ഏത് പള്ളിയും ഉപയോഗപ്പെടുത്താം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. ജാമ്യയ്ക്ക് പൈസ കൊടുക്കാത്ത കുറച്ചാൾ ബാക്കിയുണ്ടെന്നാണ് എല്ലാ യൂണിറ്റിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ തന്നെ വരാൻ കാത്തിക്കണ്ട, എല്ലാവരും ഇങ്ങോട്ട് കൊടുക്കുക. കുറ്റൂർ സാലിമാണ് പൈസ വാങ്ങുന്നത്. ഇവിടെ കുറ്റാളൂർ ഷാവുൽ ഹമീദാണ്, ചെറൂർ വലീദാണ്, പിന്നെ കോട്ടുമലയിൽ റഷീദാണ്, ഇവിടെ വേങ്ങരയിൽ NT ഹംസയുമാണ്. അപ്പോൾ അവരൊക്കെ കണ്ട് ഒരൊക്കെ റെസിപ്റ്റൊക്കെ ഉണ്ട്, അവരെ കണ്ട് തങ്ങളുടെ വിഹിതം ഏൽപ്പിക്കാൻ ശ്രമിക്കണം. അവസാനത്തെ ചോദ്യം, സാലറി വാങ്ങി തുടങ്ങിയിട്ട് 1 വർഷം തികയാൻ ബാക്കി 1 മാസം കൂടി ഉണ്ടെങ്കിൽ ഈ നോമ്പിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും, നിർബന്ധമില്ല. 1 വർഷം തികയുമ്പോൾ നിർബന്ധമുള്ളൂ. എന്നാൽ ഇനി 1 മാസം കൂടെ ഉള്ളൂ, അത് റമദാൻ തന്നെ കൊടുക്കാവുന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഒക്കെ ഇപ്പോൾ തന്നെ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. കുടുംബത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരിട്ട് സക്കാത്ത് കൊടുക്കാം. കുടുംബത്തിൽ കൊടുക്കാം. ഉമ്മാക്ക് വാപ്പാക്ക് കൊടുക്കാൻ പാടില്ല, മക്കൾക്ക് കൊടുക്കാൻ പാടില്ല, ഭർത്താവിന് കൊടുക്കാം, ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് വാങ്ങാം, ഭർത്താവിൻ്റെ സക്കാത്ത് ഭാര്യയ്ക്ക് വാങ്ങാൻ പറ്റില്ല. കാരണം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഭർത്താവിൻ്റെ കടമയാണ്, ഭർത്താവിന് ചെലവ് കൊടുക്കൽ ഭാര്യയ്ക്ക് കടമല്ല. ഭാര്യയ്ക്ക് എത്ര ശമ്പളം ഉണ്ടെങ്കിലും പെരയ്ക്ക് ഉറപ്പും ചിലവഴിക്കേണ്ട ആവശ്യമില്ല, അത് ഭർത്താവ് ചിലവഴിച്ചോളണം. ഉള്ള പൈസ സൂക്ഷിച്ച് വെക്കാം. ഇവിടെ സക്കാത്ത് കൊടുക്കുകയുണ്ടെങ്കിൽ ഭർത്താവിന് വേണമെങ്കിൽ പോയി കണ്ട് അതെനിക്ക് തരുമെന്ന് ചോദിക്കാം. അയാൾ അർഹനാണെങ്കിൽ വാങ്ങാം. ഇബ്നു മസ്ഊദിൻ്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ സക്കാത്ത് കൊടുക്കാനുണ്ട്. ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കുറച്ച് വലിയ ബുദ്ധിമുട്ടിലുമാണ്. അപ്പോൾ ഇവർ ഭർത്താവ് പറഞ്ഞു ഏതായാലും സക്കാത്ത് കൊടുക്കല്ലേ, അപ്പം എനിക്കെന്നാൾ ഞാനാണപ്പോൾ ഇവിടെ കുറച്ച് കുടുങ്ങിയ ആൾ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നബിയോട് ചോദിക്കട്ടെ എന്നിട്ട് തരാം. അങ്ങനെ അവർ നേരിട്ട് നബിൻ്റെ അടുത്ത് വന്നു. അപ്പം നബിൻ്റെ അടുത്ത് അവിടെ പുറത്ത് സ്വഹാബി ഉണ്ട്. ആ സ്വഹാബിയോട് പറഞ്ഞു ഇങ്ങനെ സ്ത്രീ വന്നിട്ടുണ്ട്, സക്കാത്ത് ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ ചോദിക്കുകയാണ്. ഞാൻ ആരാന്നും പറയണ്ട, ഞാൻ സംശയം ചോദിച്ചു വന്നാൽ മതിയാണ്. അപ്പോൾ സ്വഹാബിയായിട്ട് ചോദിച്ചു. അപ്പം നബി ചോദിച്ചു ആരാണ് ആൾ ചോദിച്ചു. അപ്പം പറഞ്ഞു സൈനബയാണ്. അപ്പം നബി ചോദിച്ചു ഏത് സൈനബയാണ്? അപ്പം സൈനബ കുറേ ഉണ്ട് ഇവിടെ, ഇത് ഏത് സൈനബയാണ്? ഇമ്രാത്ത് അബ്ദില്ല, അബ്ദുല്ലാൻ്റെ ഭാര്യ സൈനബയാണോ ചോദിച്ചു. അതെ അബ്ദുള്ള സൈനബയാണ്. ആ എന്നാ കൊടുത്തു പറഞ്ഞു. അപ്പം അങ്ങനെ വകുപ്പുണ്ട്. എന്നാൽ ഭർത്താവ് സക്കാത്ത് കൊടുക്കുമ്പോൾ ഭാര്യ വാങ്ങാൻ പറ്റുമോ ചോദിച്ചാൽ അത് പറ്റില്ല. ബാപ്പ സക്കാത്ത് കൊടുക്കുമ്പോൾ മക്കൾ വാങ്ങാൻ പറ്റില്ല, മക്കൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ബാപ്പ വാങ്ങാൻ പറ്റില്ല. എന്നാൽ ജ്യേഷ്ഠന്മാർക്ക് കൊടുക്കാം, ഒരു മറ്റൊരു കുടുംബമായി താമസിക്കുന്നുവെങ്കിൽ കൊടുക്കാം. പെങ്ങൾ കെട്ടിച്ച് പോയി, ഓള് വലിയ പ്രയാസത്തിലാണ്, കഷ്ടപ്പാടാണ്, നാട്ടിലൊക്കെ സഹായിച്ചിട്ടാണ് ജീവിച്ചു പോണത് എങ്കിൽ നമുക്കവർക്ക് സക്കാത്ത് നൽകാം. ഇന്നൊരു പെങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മളെ ചിലവിൽ കഴിഞ്ഞു കൂടിയാണ്, ഭർത്താവ് മരിച്ചതോ തൊടാക്കല്ലിതോ കെട്ടിക്കാത്തൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പെങ്ങളുണ്ട് നമ്മളെ നോക്കി വെളുത്തുന്നത്. നമുക്ക് സക്കാത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളീ പൈസ കൊണ്ട് പോയിക്കാണ്ട് അരിയും സാധനം വാങ്ങിപ്പോരുക, അത് പറ്റൂല. അതല്ല മറ്റു സ്വതന്ത്രമായ കുടുംബമായി കഴിയുന്നുവെങ്കിൽ അവർക്ക് നൽകാം. എളാപ്പ, മുത്താപ്പ, അമ്മാവന്, അമ്മായി, അവർക്കൊക്കെ സക്കാത്ത് നൽകാം, വിരോധമില്ല. അസ്ലും ഫർഉൻ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനും പറ്റൂല. അതേപോലെ ഭർത്താവിൻ്റെ സക്കാത്ത് ഭാര്യ വാങ്ങാനും പറ്റുകയില്ല. അല്ലാത്തതൊക്കെ അനുവാദമുണ്ട്. അവർ അവകാശിയാണെങ്കിൽ മാത്രം, സക്കാത്തിന് അവകാശിയാണെങ്കിൽ നൽകാം. അല്ലാഹു അഅലം. ഓക്കെ, അൽഹംദുലില്ലാഹ് ഖൈർ. ഏതായിരുന്നാലും അല്ലാഹു തആല ഇവിടെ ദീന് ശരിയാവണ്ണം പഠിക്കാനും അത് അമൽ ചെയ്യാനും അപ്പോൾ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ജീവിതാവസാനം വരെ ഇഖ്ലാസോടെ സേവനങ്ങൾ ചെയ്യാൻ അപ്പോൾ നമുക്കെല്ലാം അനുഗ്രഹം വർഷിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.